അപ്പോൾ ദേ മൈറ്റ് ബി പീപ്പിൾ ഹു വിൽ നോട്ട് ലൈക്ക് സംഘർഷഘടന. കാരണം സംഘർഷഘടനയിൽ കുറച്ചുകൂടെ ഞാൻ നറേറ്റീവിൻ്റെ കാര്യങ്ങൾ പലതും ഒന്ന് സെൽഫ് എക്സ്പ്ലോറേഷനും റിസർച്ചും എല്ലാം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇന്നലെ ഇത്രയും ആൾക്കാർ സ്വീകരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് കോവിഡ് OTT ഓപ്പണിങ്സും പോസ്റ്റ് കോവിഡ് ഇതും ഓൾസോ മിലേനിയൽസിൽ നിന്ന് ജെൻസിയിലോട്ട് പോകുന്ന ആ ഒരു ഗ്രൂപ്പ് കാണുന്ന മെറ്റീരിയലും ഒക്കെ ഇതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയോ ദേ ആർ നോട്ട് വെരി ഹാപ്പി വിത്ത് ആർ കൈൻഡ് ഓഫ് ഫിലിംസ് എന്നൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും മരിച്ചു. അപ്പോൾ വിനീത് ബസ്റാം സിനിമ ബിയോണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ഹി വാസ് മൈ അസോസിയേറ്റ്. മജീദിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പം വി ഓൾവേസ് യൂസ് ടു സ്പീക്ക് അബൌട്ട് സിനിമ അ ലോട്ട് ലൈക്ക്. ആൻഡ് വിനീത് ഇസ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കർ, ബട്ട് മരിച്ചുപോയി. അപ്പോൾ അയാൾ മരിച്ച ന്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ വൈഫിനോട് ബീച്ചേക്കായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി നമ്മുടെ ഒരു വലിയ പരിപാടി നടന്നില്ല, നമ്മളും മരിച്ചൊക്കെ പോവാം, നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് പറയാനുള്ള കുറേ കഥകൾ പറയാതെ പോവും എന്നത്. അപ്പം ഏറ്റവും പറയാൻ പേടിക്കുന്ന സാധനങ്ങളിൽ ഒരെണ്ണം എടുത്ത് എങ്ങനെ ഫണ്ട് സ്വരൂപിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തത്. അപ്പോൾ ഐ വോണ്ടഡ് ടു മേക്ക് റിയലി ഫണ്ണി കമേഴ്ഷ്യൽ ഫിലിംസ്, കോമഡി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പ്രിവിലേജ്, നല്ലൊരു കോളേജിൽ പോകാൻ പറ്റിയ പ്രിവിലേജ്, അച്ഛനൊക്കെ അതേപോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും തന്ന പ്രിവിലേജ്, അത് പ്രൊമോട്ട് ചെയ്ത അമ്മ തന്ന ഇത്, ഫ്രണ്ട്സ്, മണി എന്നൊക്കെ പറയുന്ന പല പല പ്രിവിലേജസ് എൻജോയ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ കാൺ ജസ്റ്റ് മേക്ക് എ മൂവി വിച്ച് ഇസ് ജസ്റ്റ് ഹ്യൂമർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എത്നോ ജോഗ്രഫിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ എനിക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. ഐ ലൈക്ക് സ്റ്റുപ്പിഡ് ഫിലിംസ്. ദേ മേക്ക് മീ വെരി ഹാപ്പി. തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ അടുത്ത ഷോ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ഷോ അല്ല, അതിൻ്റെ അകത്ത് തന്നെ ഒളിച്ചൊക്കെ ഇരുന്ന് അടുത്ത ഷോ കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് 2010 or 2011 കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയൊക്കെ ക്യൂ നിൽക്കാതെ അങ്ങനെയൊക്കെ അതൊക്കെ. സംവിധായകൻ കൃഷാന്താണ് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത്. സോ 29ാമത് IFFK സംഘർഷഘടന നിറഞ്ഞ തിയേറ്ററായിട്ടാണ് പ്രദർശിച്ചത്. അതിൻ്റെ സ്ക്രീന് തൊട്ടടുത്ത് പോലും ആളുകൾ തിങ്ങിക്കൂടിയിരുന്ന്, വാതിലിൻ്റെ അടുത്തൊക്കെ ആളുകൾ തിങ്ങി നിരങ്ങിയിരുന്നാണ് ചിത്രം മുഴുവനും കാണുന്നത്. അത് കാണുന്നതിന് മുന്നേ കൃഷാന്ത് സംസാരിച്ച സമയത്ത് ഒരു വലിയ ആരവം തിയേറ്ററിനുള്ളിൽ. IFFK ഫെസ്റ്റിവലിന് പോലും അത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സ്നേഹം IFFK തരുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഈ ഒരു വർഷത്തെ IFFK തന്നിട്ടുള്ള ഗുഡ് മൊമെന്റ്സ്? ഗുഡ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ലിജോ ചേട്ടൻ്റെ പടങ്ങളിൽ ഐ ഹാവ് സീൻ സച്ച് എ ബിഗ് ക്രൗഡ്. പിന്നെ അടുത്തത് ബോങ് ജോങുവിൻ്റെ പടത്തിലൊക്കെ ഇതേപോലത്തെ ക്രൗഡ് കണ്ടിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പടത്തിൻ്റെ ക്രൗഡിന് ഞാനും പോയി തള്ളി അവസാനം എങ്ങനെയും തറയിരുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സംബഡി ഈസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫിലിം. അത് ഭയങ്കര മാജിക്. എനിക്കത് ഞാനത് പതുക്കെ സിങ്കിൻ ആവുകയാണ്. അയ്യോ, എൻ്റെ ഫിലിം കാണാനും നിറയെ ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ക്രൗഡ് വാസ് സ്റ്റിൽ ഔട്ട്സൈഡ്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം ആൾക്കാരെയൊക്കെ അകത്ത് കയറ്റി തറയിലിരുന്നൊക്കെ കണ്ടു. ആൻഡ് സ്റ്റിൽ ദേ ലൈക്ക് ദ ഫിലിം. അത് ഭയങ്കര ഗുഡ് ഫീലിംഗ്. ഈ ആവാസ വ്യൂഹത്തിന്റെ ഫസ്റ്റ് ക്രൗഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം ജസ്റ്റ് കമ്പയറിംഗ് വിത്ത് ഇപ്പോഴത്തെ ക്രൗഡിനെ വെച്ചിട്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആളുകളുടെ ആസ്വാദനത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ റെപ്രസെന്റ് ചെയ്യുന്നതും കൂടിയിട്ടുണ്ട് ഫെസ്റ്റിവലുകളില്. അത്തരം ഒരു മാറ്റം ഈ പുതിയ സിനിമകൾ വരുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല, പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സിനിമകളിൽ? ഉണ്ട്. എനിക്ക് തോന്നിയത് വിത്ത് ആവാസ് നമുക്ക് എല്ലാ സീറ്റ്സും ബെയർലി ലാസ്റ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ലാസ്റ്റ് റോയും കൂടെ ഫില്ലായപ്പോൾ ഞാനും രാഹുലും ഇരുന്നിട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്, ഇത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഷോ തൊട്ട് ആൾക്കാർ നിറയെ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു വിത്ത് ആവാസ് വ്യൂഹം ആൻഡ് പുരുഷപ്രേതം എനിക്കൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയോ വന്നു. അത് ഒരു ഭയങ്കര ബ്ലെസ്സിങ്ങുമാണ്, അതൊരു ക്രച്ചുമാണ്. അപ്പോൾ ദേ മൈറ്റ് ബി പീപ്പിൾ ഹു വിൽ നോട്ട് ലൈക്ക് സംഘർഷഘടന. കാരണം സംഘർഷഘടനയിൽ കുറച്ചുകൂടെ ഞാൻ നറേറ്റീവിൻ്റെ കാര്യങ്ങൾ പലതും ഒന്ന് സെൽഫ് എക്സ്പ്ലോറേഷനും റിസർച്ചും എല്ലാം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇന്നലെ ഇത്രയും ആൾക്കാർ സ്വീകരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് കോവിഡ് OTT ഓപ്പണിങ്സും പോസ്റ്റ് കോവിഡ് ഇതും ഓൾസോ മിലേനിയൽസിൽ നിന്ന് ജെൻസിയിലോട്ട് പോകുന്ന ആ ഒരു ഗ്രൂപ്പ് കാണുന്ന മെറ്റീരിയലും ഒക്കെ ഇതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയോ
ദേ ആർ നോട്ട് വെരി ഹാപ്പി വിത്ത് ആർ കൈൻഡ് ഓഫ് ഫിലിംസ് എന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയും നമ്മളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വി വർക്ക് ഓൺ എ ബഡ്ജറ്റ് വിച്ച് ഈസ് ആസ് സ്മോൾ ആസ് ദ കാരവാൻ ബഡ്ജറ്റ് ഓഫ് ഹോളിവുഡ് ഫിലിം, അല്ലെങ്കിൽ അതിനെക്കാട്ടും ചെറുതാണ്. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ പക്ഷേ സ്റ്റിൽ ദ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ദേ വാച്ച് ആയി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസും കാണും, അത് കാണാതിരിക്കില്ല. ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ പുസ്തകം ഒരിക്കലും അതുപോലെ സിനിമയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആർട്ട് ഓഫ് വാർ പോലുള്ള ഒരു ചൈനീസ് ഫിലോസഫിക്കൽ, നോട്ട് ഈവൻ ലൈക്ക് ഫിലോസഫിക്കൽ മാനുവൽ, ഇറ്റ്സ് ലൈക്ക് യൂസർ മാനുവൽ പോലെയാണ്, വാഷിംഗ് മെഷീൻ്റെ യൂസർ മാനുവൽ പോലത്തേക്ക് ഒരു അങ്ങനെ ഒരു പുസ്തകം ഒരു ഫിക്ഷണൽ ആവുന്നു, അതിനൊരു നരേറ്റീവിലൂടെ ഒരു ലോക്കലൈസ്ഡ് കഥ വരുന്നു അതിലേക്ക്. എങ്ങനെയാണ് ഇത് ക്യൂറേറ്റ് ചെയ്തെടുക്കുന്നത്? ഞാൻ ഈ ബുക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു ഒരു സമയത്ത് വെച്ച്. ഐ തോട്ട് ദറ്റ് ബിക്കോസ് ഐ എം ഓൾസോ എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ, സോ നമ്മൾ ഒരു വാർ പോലത്തെ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ സിനിമയെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിരുന്നത്. അപ്പം ഈവൻ റോബർട്ട് റോഡ്രിഗോസിൻ്റെ ആണെങ്കിൽ റബൽ വിത്തൗട്ട് എ ക്രൂ, റബൽ ആണ്. റബൽ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ എതിരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു യുദ്ധം പോലെയൊക്കെ ആയപ്പം ആർട്ട് ഓഫ് വാർ എവിടെയോ വന്ന് വായിച്ചു. അപ്പോൾ അതിൽ പല സാധനങ്ങളും ഭയങ്കര രസമായിട്ട് തോന്നി, പല സാധനങ്ങളും ഭയങ്കര സ്റ്റുപ്പിഡായിട്ട് തോന്നി. അപ്പോൾ ഐ വോണ്ടഡ് ടു അഡാപ്റ്റ് ദിസ്. അപ്പോൾ ഞാനിത് അഡാപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു വേറൊരു ഫീച്ചർ ഫിലിം തുടങ്ങിയിട്ട് നിന്നുപോയി. ആ നിന്നുപോയ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും മരിച്ചു. അപ്പോൾ വിനീത് ബസ്റാം സിനിമ ബിയോണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ഹി വാസ് മൈ അസോസിയേറ്റ്. മജീദിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പം വി ഓൾവേസ് യൂസ് ടു സ്പീക്ക് അബൌട്ട് സിനിമ അ ലോട്ട് ലൈക്ക്. ആൻഡ് വിനീത് ഇസ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കർ, ബട്ട് മരിച്ചുപോയി. അപ്പോൾ അയാൾ മരിച്ച ന്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ വൈഫിനോട് ബീച്ചേക്കായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി, നമ്മുടെ ഒരു വലിയ പരിപാടി നടന്നില്ല, നമ്മളും മരിച്ചൊക്കെ പോകാം, നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് പറയാനുള്ള കുറേ കഥകൾ പറയാതെ പോവും എന്നത്. അപ്പം ഏറ്റവും പറയാൻ പേടിക്കുന്ന സാധനങ്ങളിൽ ഒരെണ്ണം എടുത്ത് എങ്ങനെ ഫണ്ട് സ്വരൂപിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തത്. അപ്പം ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ wanted to make but I was scared. അപ്പോൾ ഇതിനെ അഡാപ്റ്റ് ചെയ്തപ്പോൾ അത് ഞാൻ ഒരു സ്പോർട്സ് ഡ്രാമ ആയിട്ടാണ് തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീം ആ സ്പോർട്സ് ഡ്രാമ പോലെ ഇത് ചെയ്യാമെന്ന് തുടങ്ങി. ഒരു ഫുട്ബോൾ മാച്ചൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റോ ഇത് വെച്ചിട്ട്. പിന്നെ അപ്പോൾ അതിൽ പല സാധനങ്ങളും ട്രസ്റ്റിൻ്റെ സാധനങ്ങളും സ്പൈയുടെ സാധനങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു നോർമൽ വാർ ഫിലിം പോലെ ഒരു ബഞ്ച് ഓഫ് സോൾജേഴ്സ് ചെയ്യാമെന്ന്. അപ്പോൾ അതൊന്നും ആവുന്നില്ല. അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ വിൽ മേക്ക് എ ഗാങ്സ്റ്റർ പരിപാടി. അപ്പോൾ എനിക്ക് പിന്നെ ഈ ബുക്ക് ഫർദർ റീഡ് ചെയ്തപ്പോൾ ഇത് താവോയിസം ഫിലോസഫിന്ന് ആണ്. അപ്പം താവോയിസം യിങ് യാങ് ഉണ്ട്, ഡൂ നത്തിങ് ഉണ്ട്. അപ്പം സുനി വന്നിട്ട് ഡൂയിങ് നത്തിങ് ആണ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്തും. അവിടെയൊക്കെ ആർട്ടിലൊക്കെ ഡൂ നത്തിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈക്കിയുടെ ഡൂ നത്തിങ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഗാങ്സ്റ്റർ പരിപാടിയിൽ നല്ല കൊണ്ടുവരാൻ പറ്റും. ഓൾസോ നമ്മൾ കേട്ടിട്ടുള്ള ഗാങ്സ്റ്റർ പരിപാടികളാണ്, ബിഗ് ബസ് ഓണേഴ്സും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പം അതൊക്കെ വെച്ചിട്ടൊരു സംഭവം. ഈ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, എനിക്കത് പലപ്പോഴും പല മേക്കേഴ്സിലും ഒരു കളർ ഇൻഫ്ലുവൻസ് ചെയ്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് ഫ്രെയിമുകളിലൊക്കെ ഒരു റെഡ് ഉള്ളതുപോലെ, ഒന്നുമില്ലെങ്കിൽ ഒരു ചില്ലിയെങ്കിലും റെഡ് ചില്ലിയെങ്കിലും ഫ്രെയിമിൽ ഉണ്ടാകും എന്നുള്ളത്. ഈ ലൈറ്റിംഗ് ആണെങ്കിലും റെഡ് കളേഴ്സ്, അത് പുരുഷ പ്രേതത്തിലും ഇതേ ഒരു കളർ റെഡ് കളർ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് കളർ ഒബ്സെഷനിൽ ഈ ലൈറ്റിങ്ങിൽ അല്ലെങ്കിൽ കളറിങ്ങിൽ ഇങ്ങനെ ഒരു പ്ലേ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? എനിക്ക് റെഡിൻ്റെ ഒബ്സെഷൻ ഇതിൽ വോങ് കാർ വൈയുടെ ഫിലിംസിൻ്റെ സിനിമാറ്റോഗ്രാഫർ ക്രിസ്റ്റഫർ ഡോയിലിൻ്റെ വർക്ക് ഒക്കെയാണ് ഞാൻ റെഫറൻസ് ആയിട്ട് പ്രയാഗിന് കൊടുത്തിരുന്നത്. പ്രയാഗ് അവിടെ നിന്ന് കുറച്ചുകൂടെ ഓൾഡ് ചൈനീസ് ഫിലിംസുകളുടെ റെഫറൻസ് എടുത്തിട്ട് ഒരു പാലറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ റെഡ്സ് വരും. പക്ഷേ പ്രയാഗിന് സ്റ്റൊറാറോ റെഡ് കളർ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര, വിക്ടോറിയ സാദയുടെ ആ റെഡ് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര. അപ്പോൾ പ്രയാഗ് ആ റെഡ്സിനെല്ലാം ഇങ്ങോട്ട് കാണിച്ചു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചൈനീസ് ഇതിൽ റെഡ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് ചൈനീസിൻ്റെ ഫ്ലാഗ്സിലും അതിൻ്റെ ഇതിലുമൊക്കെ. പിന്നെ ഫ്രീക്വൻസി വൈസ് ഓൾസോ റെഡ് ഇസ് അറ്റ് ദിസ് ഫ്രീക്വൻസി ഡേഞ്ചറൊക്കെയാണ് റെഡ്. അപ്പോൾ നമ്മുടെ അലേർട്ട്നെസ് പലപ്പോഴും കൂടും. അപ്പം വെൻ ദ ഫിലിം സ്റ്റാർട്ട്സ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ വാം കളർ, പിന്നെ കൂളായി ചെറിയ ചെറിയ റെഡ്സൊക്കെ വന്നിട്ട് പിന്നെ അങ്ങ് റെഡിലോട്ട് തന്നെ എത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഐഡിയ. ഇതിലിപ്പോ കഥയിലേക്ക് നമ്മൾ പോയാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് സ്പോയിലർ ആയി പോയേക്കാം എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കുറച്ച് സേഫ് സോൺ എടുത്തു കഴിഞ്ഞാല്. പക്ഷെ സ്റ്റിൽ Q&A സെഷൻസിൽ സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ അതിനകത്ത് നിഷ്കളങ്കരായ ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ കൃഷാന്ത് മറുപടി പറഞ്ഞത് യുദ്ധം അങ്ങനെയാണ്,
നിഷ്കളങ്കരായിട്ടുള്ള ഒന്നും ചെയ്യാത്ത മനുഷ്യരുമാണ് കൊല്ലപ്പെടുന്നത് പറയുന്നത്. ഒരുപാട് യുദ്ധ കാലഘട്ടത്തിലുള്ള ചിത്രങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അതിൽ യുദ്ധമില്ല. അങ്ങനെ ഒരു സെറ്റിംഗ് ആണത്. ആ തീരുമാനം എങ്ങനെയാണ്? അല്ല, ഞാൻ ഇപ്പൊ വയലൻസ് ആണെങ്കിലും ഓഫ് സ്ക്രീൻ വയലൻസ് എന്ന് വെച്ചാൽ ഒരാൾ ചവിട്ടി ഒരു മാസ്കിൽ പോയി അവിടെയാണ് അടി കിടക്കുന്നത്, തിരിച്ചു വരുന്നു, ആൾക്കാർ സ്ക്രീനിന്റെ ബാക്കിൽ ഓടിപ്പോയി, അങ്ങനെയാണ് സിനിമയിൽ ഫുള്ളും വയലൻസ് പോകുന്നത് ആദ്യം. ആൻഡ് ദെൻ വി ഗോ ഇൻ ടു വൺ ഫൈറ്റ് വിച്ച് ഇസ് എ വെരി സ്ട്രോങ് വയലൻറ്റ്, യുദ്ധത്തിൻ്റെ ആ ഒരു സ്ലൈമും ഗോറും ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ അഗ്രഷൻസ് കാണിക്കും. നമ്മൾ ആർട്ട് ഓഫ് വാർ പുസ്തകം വായിക്കുമ്പോൾ ഇത് എവിടെയൊക്കെയാണ് എംപ്ലോയ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒരു ബേസിക് റിസർച്ചൊക്കെ നടത്തി. ChatGPT എടുത്ത് ചോദിച്ചപ്പോൾ അത് കുറേ എക്സാമ്പിൾസ് തന്നു, അത് വെച്ച് നോക്കി. അതിന് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് കിട്ടി, അതിൻ്റെ പേര് ബൈബിളിയോഗ്രഫിയിലുണ്ട്. ഇത് എംപ്ലോയ് ചെയ്തേക്കുന്ന കുറേ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് എൻ്റെതും തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ദിസ് ഇസ് മീ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക്, മീ ട്രൈങ് ടു ഓൾസോ മേക്ക് ഫൺ ഓഫ് ദ ബുക്ക്, ഓൾസോ അതിൻ്റെ ഫിലോസഫിയെ യിങ് യാങ് താവോയിസം എന്ന് പറയുന്ന ഫിലോസഫിയെ ഉൾക്കൊള്ളുന്ന, അങ്ങനെ ഇറ്റ്സ് ലൈക്ക് മൈ റിസർച്ച് ഓൺ ദ ടോപ്പിക്. പക്ഷേ ഓൾസോ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വേണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മാത്രം കിക്കായി പോകുന്നത്. അപ്പോൾ അതും കൂടെ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വന്നപ്പോൾ. പക്ഷേ ഐ എം ഡീപ്ലി മൂവ്ഡ് ബൈ എ ലോട്ട് ഓഫ് ഈ വാറും അതൊക്കെ എന്നെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ബോംബിങ്സ് ഇൻ പാലസ്തീനും അല്ലെങ്കിൽ ലെബാനനിലോട്ട് അയക്കുന്നത്, അതൊക്കെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. കാരണം ഞാനും ബേബിയും വൈഫും ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. ഇപ്പം ഒരു വാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സിനിമയായാലും പൈസ ആയാലും സഡൻലി നമുക്ക് ഒന്നുമില്ലാതായിപ്പോകും. അപ്പോൾ ഇവർ സഡൻലി ലെഫ്റ്റ് ബിഹൈൻഡ് ബിക്കോസ് ഓഫ് സം ഡിസിഷൻസ് ടേക്കൺ ബൈ സം പീപ്പിൾ ഇൻ പവർ. അപ്പോൾ അതൊക്കെ കൺസേൺ ആണ്. അപ്പം ഈ വാറിന് എത്ര സ്ട്രാറ്റജൈസ് ചെയ്താലും ഇതിൻ്റെ അകത്ത് നമ്മൾ വാറിൻ്റെ റീസൺസും ഇതൊക്കെ പറഞ്ഞേ പറ്റും. അപ്പോൾ വാർ ഇസ് നോട്ട് ജസ്റ്റ് വിത്ത് ടു പീപ്പിൾ ഫൈറ്റിംഗ്, ഇത് ആശയങ്ങളുടെ യുദ്ധമാണ്. അങ്ങനെ പല രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയുടെ സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടെ ഉള്ളൊരു കീഷ് ജോണറല്ല, ഒരു പൊട്ട്പൂരി മെറ്റീരിയലാണ്. ഈ സിനിമയിലെ പാരലൽ സിനിമയും കൊമേഴ്ഷ്യൽ സിനിമയും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും ആളുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ കൃഷാന്തിൻ്റെ സിനിമകൾ വരുന്ന സമയത്ത് ആളുകൾ പൊതുവെ സംസാരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ സിനിമകൾ വരുമോ അതിനെപ്പറ്റിയൊക്കെ ആളുകൾ ക്യൂരിയസ് ആകുന്നു. ദർ പീപ്പിൾ ആർ ഗെറ്റിംഗ് എ ഹോപ്പ്, ലൈക്ക് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പുറത്ത് ഈ കൊമേഴ്ഷ്യൽ സെറ്റിങ്ങിൽ അല്ലാതെ പറയുന്ന സിനിമകൾ ചെയ്താലും അതിന് ആളുകളുണ്ട്, അതിന് കൂടെ നിൽക്കാൻ അഭിനേതാക്കളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഒപ്റ്റിമിസം ആളുകളിലേക്ക് വരുന്നുണ്ട്. അതിനൊരു കാരണക്കാരൻ കൂടെ ആവുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ? അല്ല, ഞാൻ ഐ വാണ്ടഡ് ടു മേക്ക് റിയലി ഫണ്ണി കമേഴ്ഷ്യൽ ഫിലിംസ്, കോമഡി ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പ്രിവിലേജ്, നല്ലൊരു കോളേജിൽ പോകാൻ പറ്റിയ പ്രിവിലേജ്, അച്ഛനൊക്കെ അതേപോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും തന്ന പ്രിവിലേജ്, അത് പ്രൊമോട്ട് ചെയ്ത അമ്മ തന്ന ഫ്രണ്ട്സ്, മണി എന്നൊക്കെ പറയുന്ന പല പല പ്രിവിലേജസ് എൻജോയ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ കാൺ ജസ്റ്റ് മേക്ക് എ മൂവി വിച്ച് ഇസ് ജസ്റ്റ് ഹ്യൂമർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എത്നോ ജോഗ്രഫിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ എനിക്കുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. ഐ ലൈക്ക് സ്റ്റുപ്പിഡ് ഫിലിംസ്. ദേ മേക്ക് മീ വെരി ഹാപ്പി. അതിൻ്റെ ഒരു കഥയും വേണ്ട എനിക്ക്, കുറേ തമാശകൾ, അത് ഊളത്തമാശകളും ഒക്കെ മതി, ഞാൻ എൻജോയ് ചെയ്യും. പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് എനിക്ക് തോന്നും ഐ ഷുഡ്, കാരണം ജോക്സ് ആർ ഫണ്ണി ബട്ട് പീപ്പിൾ ഫോർഗെറ്റ് ജോക്സ്. പക്ഷേ വെൻ ദ ജോക്ക് ഇസ് ഇൻ കോണ്ടെക്സ്റ്റ്, ആൾക്കാർ ഹ്യൂമർ ഒരു ഇമോഷനിൽ കൂടെ കടന്നു പോയിട്ട് ഇതിൻ്റെ കോർ ഇമോഷൻസിലോട്ടൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ ഹ്യൂമറിനെയൊക്കെ അങ്ങനത്തെയൊക്കെ സിനിമ ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇൻസ്പയർഡൊക്കെ ആവുന്നുണ്ട്. അപ്പം ഞാനും അങ്ങനെ ഒരുപാട് പേര് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം എ ഗുഡ് എക്സാമ്പിൾ ഓർ എ ബാഡ് എക്സാമ്പിൾ ഓർ എനിത്തിങ്. അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നില്ല. അത് ഇറ്റ്സ് ഫൺ ദറ്റ് അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ സിനിമ ഒരുപാട് ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സിനിമയ്ക്ക് ഭയങ്കര മിസ്റ്റിസിസവും മിസ്റ്ററിയൊക്കെ ഉണ്ടാക്കി, ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണ്, ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഇന്ന പരിപാടികൾ ചെയ്യണം, ഇന്ന ചേഞ്ച് ഓവേഴ്സും കോംപ്രമൈസസും ഒക്കെ ചെയ്യണം, ഇന്ന ആൾക്കാരെ ചുമ്മാ റെസ്പെക്റ്റ് ചെയ്യണം, ഇവിടെ അങ്ങനെയൊക്കെയുള്ളൊരു ഹൈറാർക്കിയൽ മോഡലിൽ ഇതിനെ മിസ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തൊഴിലിടങ്ങൾ പോലെ
ഇവിടെ ആക്ച്വലി ഭയങ്കര ഫണ്ണായിട്ട് നമുക്ക് എൻജോയും ചെയ്യാം. ആ ചെയ്യുന്ന പരിപാടിക്ക് ബയേഴ്സും കാണും, ക്യാപിറ്റലിസത്തിൽ അത് വിറ്റും പോകും. ഞാൻ ആർക്കും ഇത് ചെയ്യാനൊക്കെ പറ്റും. അത് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് അത് ഭയങ്കര ഡോണ്ട് തിങ്ക് ടു മച്ച്. പക്ഷേ ഓൾവേസ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ട്രൈ ടു ഗിവ് പീപ്പിൾ സംതിങ്. ലൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ സിനിമ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമ ചെയ്യാം. പക്ഷെ അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും ഒന്നും വരത്തില്ല. അങ്ങനെ ചെയ്യാം, അതിൽ നിന്ന് കൾച്ചറൽ ക്യാപിറ്റൽ വരും, അവാർഡ്സ് വരും, കുറേ നല്ല ബ്രേക്ക് ഡൗൺസ് വരും. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ ബിക്കോസ് യു ആർ ലിവിങ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സ്പേസ്, യു ഓൾസോ നീഡ് മണി. അപ്പോൾ ട്രൈ ടു മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ ഐഡിയ ഇൻട്രസ്റ്റിംഗ്. പറയുന്നത് എൻ്റർടൈനിങ് ഒന്നും ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഈ IFFK വേദിയും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മുന്നേ ഒരു പർട്ടിക്കുലർ പ്രിവിലേജുള്ള ആളുകളിൽ നിന്നും ഇപ്പോൾ കുറച്ചുകൂടെ ജനകീയമായിട്ട് ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ എല്ലാ ആളുകളെയും റിസീവ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ കൊടുക്കുന്നു. ആ ഒരു മാറ്റത്തിന് എങ്ങനെയാണ്? എനിക്ക് മൊമെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന് പറയുന്ന ഒരു സമരം നടന്നായിരുന്നു 2019. ഐ തിങ്ക് ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് IFFK ക്വൈറ്റ് എ ലോട്ട്. അത് നല്ലൊരു മാറ്റമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ TV ചന്ദ്രൻ സാർ, അടൂർ സാർ എന്നൊക്കെ പറയുന്ന ഇവരെല്ലാവരും ആക്ച്വലി ഒരു ഫിലിം കൾച്ചർ പണ്ടേ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിലിം കൾച്ചറിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും സിനിമ കാണാൻ വരുന്നുണ്ട്, യൂത്ത് വരുന്നുണ്ട്. ഓൾസോ എല്ലാവരും സിനിമ കാണാനൊന്നുമല്ല വരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് ടുഗെദർ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടു മീറ്റ്. ഒരു ഫെസ്റ്റിവലൊക്കെയാണ്. പിന്നെ സിനിമാക്കാരുടെ തൊഴിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിലേക്ക് ഇരുന്നതൊക്കെ തന്നെ ഫേവറേറ്റ് മെമ്മറി. അതുപോലെ തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ അടുത്ത ഷോ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ഷോ അല്ല അതിൻ്റെ അകത്ത് തന്നെ ഒളിച്ചൊക്കെ ഇരുന്ന് അടുത്ത ഷോ കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് 2010 or 2011 കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയ്ക്ക് ക്യൂ നിൽക്കാതെ അങ്ങനെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഈ വർഷം ഇപ്പം സ്വന്തം സിനിമ വന്നിട്ടുണ്ട്, അത് കണ്ടു. അതല്ലാതെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു സിനിമ ഏതായിരിക്കും? അല്ല, എനിക്ക് ഐ എം സപ്പോസ് ടു വാച്ച് പാത്ത് ടുമോറോ. ശിവരഞ്ജിനിയുടെ ഫിലിം എനിക്ക് വാച്ച് ചെയ്യണം. അങ്ങനെ കുറേ ഫിലിംസ് വാച്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ വാച്ച് ചെയ്തതിൽ ഐ ആം നെവാങ്ക എനിക്ക് ഇറ്റ് മൂവ് മീ ക്വൈറ്റ് എ ബിറ്റ്. എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റേഴ്സിൻ്റെ ഒരു നേച്ചർ, അത് സെക്ഷൽ മാനിപ്പുലേറ്റേഴ്സ് മാത്രമല്ല ഇൻ ജനറൽ, അത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അങ്ങനത്തെ ബിഹേവിയേഴ്സിനെ കുറിച്ചും. എൻ്റെ അങ്ങനത്തെ ഉണ്ടെങ്കിലും ഞാനത് സ്വന്തമായിട്ട് തന്നെ കോൾ ഔട്ട് ചെയ്യുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്ക് അതിൽ കാണാൻ പറ്റി. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ എം നെവാങ്ക ഇസ് സെക്ഷൽ മാത്രമല്ലെന്നേ, ലൈക്ക് ലൈസും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ഉള്ളൊരു പരിപാടി. അപ്പോൾ എനിക്കത് ഭയങ്കര കണക്റ്റായി. ഞാൻ ഇതിന്റെ ഇടയിൽ ആക്ടേഴ്സിനെ പറ്റി ചോദിക്കാൻ വിട്ടുപോയി. ദേ ആർ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ യുവർ മൂവി. അതിൽ മേജർ കാസ്റ്റ് എന്നോ മൈനർ കാസ്റ്റ് എന്നോ എന്നുള്ള അതില്ല. ദേ ആർ ഓൾ വർക്കിംഗ് ടുഗദർ ലൈക്ക് ഈക്വലി ഒരു ഫാക്ടർ ഉണ്ട്. ഈ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് you are not picking up the stars for the movie, like ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒന്നും ഒരു നായകനായിട്ടോ വില്ലനായിട്ടോ വരുന്നില്ല. ഈ കാസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നത്, അവരുടെ ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്, അവരിതിനകത്തേക്ക് തന്നിട്ടുള്ള ഒരു ഇൻപുട്ട്, അതൊന്ന് വിശദീകരിക്കാം. ഇതിൽ ഞാൻ ആദ്യം ഈ ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഈ സനു പടവീടൻ, കൊടമഴ സുനിയായിട്ടുള്ള പട ഹാസ് ആക്ടഡ് ഇൻ മൈ ഓൾ മൂവീസ്. ഹി ഈസ് ആക്ടഡ് ഇൻ ആവാസവ്യം, ദ ബ്രദർ ഹു ഗെറ്റ്സ് കിൽഡ്. പുരുഷപ്രായത്തിൽ പുള്ളി ഒരു സ്പൈ ആണ്. 2 ഷോട്ടിലൊക്കെ ഉള്ളൂ. അപ്പോൾ അപ്പോൾ എനിക്ക് പുള്ളിയെ കാസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഓൾ ടുഗദർ പുള്ളിക്ക് ഭയങ്കര ബയസായിട്ട് പറയുന്നത് ഗുണ്ടാ ലുക്ക് ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയല്ലാതെ ഭയങ്കര ഒരു ആൽഫ ഒരു പേഴ്സൺ കൺട്രോൾ കിങ് ലുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം നമ്മൾ പടച്ചേട്ടനെ ഇപ്പോൾ നോക്കിയാലും അയാൾക്കൊരു അംഗരക്ഷകനുണ്ട്, ഒരു തേരാളിയുണ്ട്, പിന്നെ ഒരു സേനാധിപനുണ്ട്. ഒരാൾ ഫുഡ് ടെസ്റ്റ് ചെയ്യും, ഒരാൾ റൈഡ് ചെയ്യും, അങ്ങനെ. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ സിലേഷ് എനിക്ക് പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു തന്ന സിലേഷിന് പരിചയമുണ്ട്. പിന്നെ പടച്ചേട്ടൻ റൺസ് എ കമ്പനി കോൾ ജോക്കർ ഷോ റീൽസ്. ജോക്കർ ഷോ റീൽസ് ഒരുപാട് ഓഡിഷനൊക്കെ നടത്തി. അപ്പോൾ അവരുടെ കുറേ ആൾക്കാരുണ്ട്. സോ വി ഗോട്ട് ദെം ഓൾസോ. അങ്ങനെ കറക്റ്റ് ആൾക്കാരെ നമ്മൾ കാസ്റ്റ് ചെയ്തു. വിഷ്ണു ഇതിൻ്റെ ഇടയിൽ, വിഷ്ണു പടച്ചേട്ടനും വിഷ്ണുവും ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ കൂടെ
ഞാൻ ചെന്ന് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിഷ്ണു AD പോലെ വർക്ക് ചെയ്യാനാണ് തോന്നിയത്. വിഷ്ണു പറഞ്ഞ് എന്ന് വെച്ചാൽ ഐ തിങ്ക് വിഷ്ണു ഇസ് വൺ ഓഫ് ദി സ്മാർട്ടസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഐ നോ. ഐ തിങ്ക് ഈസ് എ സൂപ്പർ സ്റ്റാർ ബിക്കോസ് വിഷ്ണു ഡസ് നോട്ട് ചൂസ് ഫിലിംസ് അൺലെസ് ദി ഫിലിം ഇസ് റിയലി ഗുഡ്. അയാൾക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അപ്പം അയാളൊരു ഓഡിയനും കൂടെയാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കണക്ട് ചെയ്യുന്ന സാധനങ്ങളിൽ അയാൾ 100% കൊടുക്കും. അല്ലാത്തതിൽ അയാൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ചിലപ്പോൾ പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇതിൻ്റെ റൈറ്റിങ്ങിൽ ഞാൻ ചെന്ന് ബൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനൊക്കെ പുള്ളിക്കുണ്ട്. ഇടയിൽ വെച്ച് ലൈക്ക് ഐ ഫെൽ ദാറ്റ് വാട്ട് ഇഫ് ഹീ പ്ലേസ് ദി അതർ ഗൈ ഇറ്റ് വിൽ ബി ഫൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ഒരേ ലുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ വിഷ്ണു ഒരു വണ്ടർഫുൾ ആക്ടറാണെന്ന് എനിക്കറിയാം. കാരണം ഇൻസോംനിയ നൈറ്റ്സ് ഉണ്ട്. വി വെർ സപ്പോസ് ടു ഡു എ ഫിലിം ടുഗദർ, ദ ഫിലിം ദാറ്റ് ഗോട്ട് ക്യാൻസൽ. സപ്പോസ് അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വിഷ്ണു ആയിരുന്നു. ഓൾട്ടുഗദർ വിഷ്ണുവും വന്നു. പിന്നെ രാഹുലിനെ എനിക്ക് കോമഡി ചെയ്യിപ്പിക്കണമായിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ കോമിക് ക്യാരക്ടർ, ഇറ്റ്സ് എ ഫണി ക്യാരക്ടർ. അപ്പോൾ രാഹുലിനെ കോമഡി അങ്ങനെ ആൾക്കാരെ പ്ലേസ് ചെയ്തു. പിന്നെ അല്ലാതെ കമ്മീഷണറായിട്ട് വിഷ്ണു സജസ്റ്റ് ചെയ്തതാണ് മൃദുലയെ. അപ്പം മൃദുല ഒരു വന്നു മീറ്റൊക്കെ ചെയ്തു. അപ്പം അവരുടെ വർക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതായി. പിന്നെ പൊന്നൻ ചേട്ടൻ, ദ ഗൈ ഹൂ സേസ് ദ കോർ ഐഡിയ ഓഫ് ദ ഫിലിം, ഇവിടെ ആരും ജയിക്കൂല സാറേ എന്ന് പറയുന്നത്. പൊന്നൻ ചേട്ടൻ പുരുഷപ്രായത്തിൽ ആ ഡെഡ് ബോഡി എടുക്കാൻ പോകുന്ന ചേട്ടനാണ്. അപ്പം പുള്ളിക്കാരൻ ഭയങ്കര നല്ല ആക്ടറാണ്. അപ്പോൾ എനിക്ക് ഈ ലോങ് ഡയലോഗ് പറയാൻ പറ്റുമെന്ന് ഞാൻ അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു. പിന്നെ എൻ്റെ മുമ്പ് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്കൊരു ആത്മബന്ധമുണ്ട്. പുള്ളി എൻ്റെ സീരീസിലൊക്കെ ആർട്ട് ചെയ്ത ഹംസയുടെ ടീമിലുള്ള ആളാണ്. ഹാവ് ബീൻ ടു ഹിസ് ഹൗസ് ആൻഡ് വി ഹാവ് ഷോട്ട് ഇൻ ഹിസ് ഹൗസ്. അപ്പം അങ്ങനെ കറക്റ്റ് കാസ്റ്റ് ഫിറ്റായി. ജെയിൻ ചേട്ടൻ, ജെയിൻ എന്ന് പറയുന്നത് ഒരു മടിയിൽ കനമില്ലാത്തവെന്നൊക്കെ പറയുന്നൊരു ഡയലോഗ് പറയുന്നത്. പുള്ളി ഈസ് ഫ്രം ഐ ഹാവ് സീൻ ഹിം ഇൻ ഡോൺ പാലത്രാസ് വർക്ക്സ്. അപ്പോൾ ജെയിൻ ചേട്ടനെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ പുള്ളിയുടെ വർക്ക് കണ്ടു. അങ്ങനെ പല സ്ഥലത്തു നിന്നും സോഴ്സ് ചെയ്ത് ഒരുപാട് ആക്ടേഴ്സ്, മേഘ, അങ്ങനെ വന്നു. ഇതിപ്പോ സ്പോയിലർ ആവില്ലെങ്കിൽ എനിക്ക് പറയാണോ ചോദിക്കാണോ എനിക്കറിയില്ല. അത് ഇപ്പം ഇതിലെ ക്യാരക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നമുക്ക് ആളുടെ അടുത്തുള്ള പെർസ്പെക്റ്റീവ് പിന്നെ മാറുന്നുണ്ട്. ഇതൊരു മനഃപൂർവ്വമുള്ള ഇതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ദിസ് ഇസ് എ യിങ് യാങ് ആണ്. സോ everything has a positive and a negative side. Everything has two poles. Everybody is good and bad. There's black and white എന്നൊക്കെ പറയുന്ന യിങ് ആൻഡ് യാങ്ങിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന ശരിയല്ലാത്ത ശരി, പിന്നെ ഈ ശരിയും തെറ്റൊന്നും യുദ്ധത്തിൽ അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു ആൻറ്റി ഹീറോസ് ജേർണിയും കൂടെ, ഹീറോ വിത്ത് 1000 ഫേസസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്കിൽ ഒരു ഹീറോസ് ജേർണി എന്ന് പറഞ്ഞാൽ നായക പര്യടനം. നായകൻ നോർമലായിട്ടൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നായകനൊരു അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനോ ഒരു ലോഗോ വരും. നായകൻ അതിൻ്റെ അകത്ത് കയറും. അവിടെ കുറേ സാധനങ്ങൾ നായകന് കിട്ടും. നായകൻ അതിൽ മരിക്കും. പിന്നെ നായകൻ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് ഒരു ഹീറോസ് ജേർണി. അപ്പോൾ ഐ എം ട്രൈങ് ആൻ ആൻറ്റി ഹീറോസ് ജേർണി. അതെ. I think Deadpool 2 has tried an anti-hero journey also. അപ്പോൾ ഇതിൽ നായകൻ നെഗറ്റീവ് ആണ്, അയാളുടെ ജീവിതം. അയാൾ സ്പെഷ്യൽ വേൾഡിലല്ല വരുന്നത്, അയാളുടെ നോർമൽ വേൾഡിലോട്ടാണ് വരുന്നതെന്നൊക്കെ ഒരു ട്രിപ്പ് ദാറ്റ് ഐ വാസ് ഇൻ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ റൈറ്റിങ്ങിൽ ട്രൈ ചെയ്തു. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു സൈഡും വേറൊരു സൈഡും കാണിക്കും. അത് ഈ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക്കിൽ ആ ഒരു യിങ് ആൻഡ് യാങ് ട്രൈ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈക്ക് എവ്രി വൺ ഹാസ് ഡൺ ദെയർ പാർട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഫിലോസഫി. മനസ്സിലാവുന്നു ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത് ഇനിയും ഒരുപാട് പ്രദർശനങ്ങൾ ബാക്കിയുണ്ട്. 2 ഷോയും കൂടെ ഇനി ബാക്കിയുണ്ട്. അപ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ഈ ഫെസ്റ്റിവലിന് പുറത്തും ഒരുപാട് ആളുകളിലേക്ക് ആക്സസ് ആവുന്ന രീതിയിലേക്ക് സിനിമ വളരട്ടെ. ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു.